അങ്ങനെ ഒരു വിഷുക്കാലം കൂടി എത്താറായില്ലേ. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കണി വെക്കാനും കോടി കൊടുക്കാനും എല്ലാത്തിനും. ഈ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഭഗവാൻ എല്ലാവിധ നന്മകളും തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിഷുക്കണി ഒരുക്കുന്ന സമയത്ത് നമുക്കൊട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ഗ്രന്ഥം നമ്മൾ കണി വെക്കുമ്പോൾ കൂടെ വെക്കണം എന്നുള്ളൊരു കാര്യം. ഇപ്രാവശ്യം നമ്മൾ താളിയോല രീതിയിലുള്ള ഗ്രന്ഥമാവാന്ന് വിചാരിച്ച് ആനയും അമ്പലവും എന്നുള്ള പേജിൽ നിന്ന് ഒരു ദേവി മഹാത്മ്യം ഗ്രന്ഥം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ വിഷുവിന് നമ്മൾ അതാണ് കേട്ടോ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുന്നിലായിട്ട് വെക്കുന്നത്. ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന അതേ രീതിയിലാണ് വലിയ അക്ഷരങ്ങളിലായിട്ടാണ് എഴുതിയിരിക്കുന്നത്. എത്ര കാലം വേണമെങ്കിലും ഇത് സൂക്ഷിച്ചു വെക്കാം, ഒരു കേടുപാടും ഉണ്ടാവില്ല കേട്ടോ. കഴിഞ്ഞ നവരാത്രി കാലങ്ങളിൽ പൂജവെപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗ്രന്ഥമാണ് അത്. ഇത്തവണ എന്തായാലും വിഷുക്കാലത്തും കൂടി നമ്മൾ ഇതാണ് കേട്ടോ വെക്കുന്നത്. ഇവരുടെ തന്നെ ലളിത സഹസ്രനാമത്തിന്റെ ഒരു ഗ്രന്ഥവും വിഷ്ണു സഹസ്രനാമത്തിന്റെ ഗ്രന്ഥവും നമ്മളുടെ കയ്യിലുണ്ട് കേട്ടോ. പക്ഷെ എന്നും ഇതൊക്കെ മുടങ്ങാതെ ചൊല്ലാറുണ്ട്. താളിയോല രീതിയിൽ ദേവി മഹാത്മ്യത്തിന്റെ ഗ്രന്ഥം നിങ്ങളും കൂടെ ഒന്ന് വാങ്ങിച്ചു നോക്കൂ കേട്ടോ.